ഹായ് ഗേസ്, അപ്പം ഇന്ന് ഒരു മോ ഫാം ഉണ്ടാക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു മോ ഫാം ഉണ്ടാക്കാനാണ് ഇന്നത്തെ പ്ലാൻ. അപ്പം മോ ഫാമിനുള്ള ബ്ലോക്സൊന്നും നമ്മുടെ കയ്യിൽ തികയുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ നമുക്കെന്തായാലും പണിഞ്ഞ് തുടങ്ങാം. നമ്മുടെ ഫാമൊക്കെ നന്നായിട്ട് പോകുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയ ബീസിന് പൂവൊക്കെ കൊണ്ട് വെച്ച് കൊടുത്ത് ഇവിടെ നന്നായിട്ട് ഇതൊക്കെ വെച്ച് നമുക്ക് ആ റൂയിൻ്റെ പോർട്ടലിൽ നിന്ന് ആ ഒരു ഗോൾഡിൻ്റെ ബ്ലോക്ക് അങ്ങ് അയൺ പിക്കേഴ്സ് കൊണ്ട് പൊട്ടിച്ചെടുക്കണം. പിന്നെ നമുക്ക് ഒരു മൈനിങ് ഏരിയയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഓഫ് ക്യാമറയിൽ. അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഉണ്ടാക്കാൻ തുടങ്ങാമെന്ന് തോന്നുന്നു. അതിന് മുമ്പ് നമ്മുടെ MLG സ്കിൽസ് ഒന്ന് മോനെ മാസ് എനിക്ക് വയ്യ, എന്തോ ചെയ്യാനോ പ്രോ ആയിപ്പോയില്ലയോ. ഓക്കെ, അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ബേസൊക്കെ വെച്ചിട്ടുണ്ട്. നോക്കാം. സുധിയാണൻ എതിരാളിയായി, ഇനി സുധിയാണെന്ന് ഞാൻ എതിരാളി. ഓക്കെ, അങ്ങനെ നമുക്ക് അവിടെ ഓക്കെ, നമുക്ക് അപ്പോൾ ഇവിടെ സ്ലാബൊക്കെ വെച്ചിട്ടുണ്ട്. മോ ഫാം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണുന്നതിലേക്ക് അറിയുന്നതുകൊണ്ട് ഉണ്ടാക്കുന്നത് ഇങ്ങനെ പറയുന്നൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഉണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സംഭവങ്ങളൊക്കെ വേഗം സെറ്റ് ചെയ്യുക. നമുക്ക് ആദ്യം 22 ബ്ലോക്ക് 4 സൈഡിൽ നിന്ന് മണ്ടക്കോട്ട് പണിയാം. ഇപ്പം പണിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് 22 ബ്ലോക്കാണെന്ന് അറിഞ്ഞുകൂടാ, തെറ്റി ഇടയ്ക്ക് എണ്ണ തെറ്റിയൊക്കെ പോയി. ഓക്കെ, അങ്ങനെ നമുക്ക് 8 ബ്ലോക്ക് എല്ലാ സൈഡിൽ നിന്നും വെക്കണം. അങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് 8ാമത്തെ ബ്ലോക്കിൽ നിന്ന് മണ്ടക്കോട്ടാക്കിയിട്ട് നമുക്ക് മൊത്തം കവർ ചെയ്യണം. കവർ ചെയ്തിട്ട് ടോർച്ച് വെക്കണം, അല്ലേ രാത്രിയാകുമ്പോൾ എല്ലാം സ്പോണായി അങ്ങ് നിൽക്കും. ഓക്കെ, നമുക്ക് കവർ ചെയ്യാം. ഇനി ഇതിൻ്റെ സൈഡ് മൊത്തം ഫില്ല് ചെയ്യണം. ബ്ലോക്ക് തികയത്തില്ല കേട്ടോ, ബ്ലോക്ക് തികയത്തില്ല. പണിമാളി ഇനി നമുക്ക് 4 സൈഡിൽ നിന്ന് ഒരുമിപ്പിക്കണം. 4 സൈഡിൽ നിന്ന് ആദ്യം നമുക്ക് ഒരുമിപ്പിക്കാം. ഇതെങ്ങനെ ചെയ്യും ഇത്? സോറി, ഇപ്പം അത് തന്നെ, എൻ്റെ ദൈവമേ. നമുക്കിനി 4 സൈഡ് ഒരുമിപ്പിക്കാം. ചെയ്യുന്ന കറക്റ്റാന്ന് തോന്നുന്നു. നമുക്ക് അങ്ങനെ 4 സൈഡ് ഒരുമിപ്പിക്കാം. ഓക്കെ, ഒരുമിപ്പിച്ചിട്ട് കാണാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ നടുക്ക് ഫുള്ള് ഫില്ല് ചെയ്യാം. കോബിൾ സ്റ്റോൺ തീരാറായി. നടുക്ക് ഫുള്ള് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇടണം. പിന്നെ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സഹായിക്കുക. നമ്മൾ പുതിയ മൈനിങ് ഏരിയ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഈ സൈഡും കൂടി ഒന്ന് വെക്കാം. ട്രാപ്പ് ഡോറൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചായിരുന്നു കേട്ടോ. ട്രാപ്പ് ഡോർ വെച്ചു. പിന്നെ ഇടയ്ക്ക് വെച്ച് വേറൊരു പണിയും കൂടെ കിട്ടി. അതിന് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് എന്തുവാ പണിയെന്ന്. അപ്പോൾ ഷോർട്സ് എല്ലാവരും പോയി നിന്ന് കാണുക. അതായത് നമ്മുടെ ഇത് ഉണ്ടാക്കിയത് ഫുള്ള് തെറ്റിപ്പോയി, വീണ്ടും പൊട്ടിച്ച് പുതുക്കി പണിയേണ്ടി വന്നു. അങ്ങനെ ഒത്തിരി ബ്ലോക്ക് നഷ്ടമൊക്കെ ആയി. ഇപ്പോൾ നമ്മുടെ ബ്ലോക്കും തികയുന്നുമില്ലായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ മൈനിങ് ഏരിയയിൽ പോയി ഒത്തിരി കുഴിച്ചാണ് ഇത്ര ഉണ്ടാക്കിയത്. ബാക്കിയും കൂടെ വെക്കാം. ഇപ്പോൾ എല്ലാവരും ഞാൻ മുമ്പിട്ട വീഡിയോയും കൂടെ ഒന്ന് പോയി വേഗം ചെന്ന് കാണുക. എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുള്ള് ഫില്ല് ചെയ്ത് ടോർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് 2 ബ്ലോക്ക് ഹൈറ്റിൽ ഇത് ഫുള്ള് കവർ ചെയ്യണം. അതിന് ഇച്ചൂടെ മൈൻ ചെയ്യാൻ പോകണമായിരിക്കും. അങ്ങനെ നമുക്ക് പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ 1000 വട്ടം ഞാൻ ചത്ത് കേട്ടോ. അതെൻ്റെ XP ലെവൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ നമുക്ക് 2 ബ്ലോക്ക് വെച്ച് ഫുള്ള് ചെയ്യാം. ഇനി ഒത്തിരി ബ്ലോക്ക് വേണം. ഒരു ജസ്റ്റ് ഫുള്ള് കോബിൾ സ്റ്റോൺ വേണം മോപ്പ് ഫാം ഉണ്ടാക്കാൻ. ഞാൻ ഇന്ന് അതറിയുന്നത്. നമുക്ക് ഇത്ര ഉണ്ടാക്കിയിട്ട് ഫുള്ള് കവർ ചെയ്ത് അതിൻ്റെ മണ്ടയ്ക്കും ടോർച്ച് വെക്കാം. എന്നിട്ട് ട്രാപ്പ് ഡോറും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോപ്പ് ഫാം ഫിനിഷ് ആവും. അങ്ങനെ നമ്മുടെ വേൾഡിലോട്ടൊരു ഫസ്റ്റ് വർക്ക് ചെയ്യുന്നൊരു ഫാം, അത് ക്രോപ്പ് ഫാം അല്ലാതെ ഫസ്റ്റ് വർക്ക് ചെയ്യുന്നൊരു ഫാമും കൂടിയാവും. ഓക്കെ, അങ്ങനെ നമ്മൾ സൈഡ് ഫുള്ള് വെച്ചിട്ടുണ്ട്. ഇനി മോള് ഫുള്ള് കവർ ചെയ്യുക. അപ്പോൾ ഇച്ചൂടെ മൈനിങ്ങിന് പോകേണ്ടി വരും. വീണ്ടും ഞാൻ ഒത്തിരി വട്ടം ചത്തു. അപ്പം ഇത് മേള് ഫുള്ള് വെക്കാം.
മേൾ ഫുള്ള് വെച്ച് ട്രാപ്പ് ഡോറൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ അത് ഫുള്ള് ചെയ്യാനൊക്കത്തില്ല. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കിയൊക്കെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ മേൾക്കൂര ഫുള്ളൊന്ന് ഫിനിഷ് ചെയ്യാം. അപ്പം ഇത്ര ഒന്ന് ചെയ്യാം. ഓക്കെ ഗേസ്, അങ്ങനെ ബാക്കി പണിയൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. ഇപ്പോൾ തന്നെ ഒത്തിരി ഇത് ചെയ്തു. വീഡിയോ ചെറുതാണെങ്കിൽ പോലും നമ്മൾ ഒത്തിരി ഗ്രൈൻഡ് ചെയ്തു ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന്. സോ നമുക്ക് ബാക്കി അടുത്ത പാർട്ട് 2 ഓഫ് മോഫാം എന്ന് പറഞ്ഞ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.